പണ്ട് പണ്ട് ബാറ്റനോറ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ കാക്കകളെയാണ് ആരാധിച്ചിരുന്നത്. ആ ഗ്രാമത്തിലെ കാക്കകളെ തന്റെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന ജനങ്ങൾക്കിടയിൽ ഈ കാക്കകളെ തന്റെ അടിമയാക്കി മാറ്റിയിട്ട് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊരു തലവനായി വാഴണം എന്നുള്ളതായിരുന്നു റംബൂച്ചയുടെ ആഗ്രഹം. അതിനുവേണ്ടി പല അടവുകളും റംബൂച്ച പഠിച്ചെടുത്തു. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കടന്നു പോകുന്ന കൂട്ടത്തിൽ ആ ഗ്രാമത്തിനും ആ ഒരു വിധി വന്നു. ബാറ്റനോറ ഉൾപ്പെടെയുള്ള ഈ 5 ഗ്രാമങ്ങളെയും ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന അത്യാർത്ഥിയോടെ ഡ്രാഗോസ് പട ഈ 5 ഗ്രാമങ്ങൾക്കും ഉള്ളിൽ ഡ്രാഗോസിന്റെ ഡ്രാഗൺ കൊടി പാറിച്ചു. ബാറ്റനോറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും നശിച്ചു എന്ന വിശ്വാസത്തോടെ ഡ്രാഗോസ് പട തിരിച്ചുപോയി. പക്ഷേ ഒരാൾ അവിടെ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു, റംബൂച്ചയെ നശിപ്പിക്കണമെങ്കിൽ എല്ലാ കാക്കകളെയും ഒരുമിച്ച് കൂട്ടത്തോടെ നശിപ്പിക്കേണ്ടി വരും. കാക്കക്കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കാതെ റംബൂച്ചയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ റംബൂച്ച വീണ്ടും മറ്റൊരു കാക്കയായി പുനർജനിക്കും. കഴിഞ്ഞ ഹാലോവിൻ ദിവസത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും അസ്ലിന് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ല. അസ്ലിന് നല്ല ഉറക്കം വരുന്നില്ല. അസ്ലിൻ പതിയെ അവിടെ നിന്ന് എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ജനലിനരികിലായിട്ട് ഒരു രൂപം. അസ്ലിന് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസവും ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അസ്ലിന് എന്നെ സത്യത്തിൽ അറിയില്ല. അസ്ലിൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് തോന്നലല്ല, അതിനൊരു കാക്കയുടെ രൂപം പോലെയാണ് തോന്നുന്നത്. 2 ചിറകുകളുണ്ട്. അസ്ലിൻ പതിയെ അവിടെ നിന്ന് എണീച്ചിട്ട് ഒന്ന് നടന്ന് മുന്നോട്ട് വന്നു. നോക്കിയപ്പോൾ ആ രൂപം പെട്ടെന്ന് ആ ജനലിനടുത്ത് നിന്ന് മാഞ്ഞുപോയി. അസ്ലിൻ പതിയെ ഇറങ്ങി ബാൽക്കണിയുടെ സൈഡിലേക്ക് വന്നു. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ചിലപ്പോൾ തൻ്റെ തോന്നലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും തൻ്റെ കൂടെ തന്നെയുണ്ട്. അസ്ലിൻ നോക്കിയപ്പോൾ ഒരു കാക്ക തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ പട്ടമിട്ട് പറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കാക്കയെ കണ്ട സമയത്ത് തന്നെ അസ്ലിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫ്ലാഷ് ചെയ്യുന്ന പോലെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്തു. പെട്ടെന്ന് അസ്ലിൻ്റെ രൂപം കഴിഞ്ഞ ഹാലോവിൻ ദിവസത്തിൽ കിട്ടിയ ആ ഒരു രൂപത്തിലേക്ക് മാറി. കഴിഞ്ഞ ഹാലോവിൻ നൈറ്റിൽ അസ്ലിന് കിട്ടിയ ആ ശക്തി, അസ്ലിൻ്റെ ഉള്ളിൽ ആരോ അവനെ ബലം പ്രയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ അവന് തോന്നി. അവൻ പെട്ടെന്ന് അവിടുന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങി. അസ്ലിനെ അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ മറ്റാരോ അവനെ നിയന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി. അസ്ലിൻ അങ്ങനെ കുറച്ച് ദൂരം പറന്ന് ഒരു സ്ഥലത്തേക്ക് വന്ന് ലാൻഡ് ചെയ്തു. അവിടെ മൊത്തം കുറേ കാറുകളും ഒക്കെ സ്ക്രാപ്പ് ചെയ്യുന്നൊരു ഗ്രൗണ്ട് പോലെയാണ് അസ്ലിന് തോന്നിയത്. അസ്ലിൻ നോക്കിയപ്പോൾ അവിടെ ആരോ ഇരിപ്പുണ്ട്, തലയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് അസ്ലിന് മനസ്സിലാവുന്നില്ല. അസ്ലിൻ പതിയെ നടന്ന് അയാളുടെ അടുത്തേക്ക് ചെന്നു. റംബൂച്ച അസ്ലിന് നേരെ നോക്കിയിട്ട് അട്ടഹസിച്ച് ചിരിച്ചു. അസ്ലിൻ അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? എന്താ ഞാനിവിടെ? എനിക്കെന്താ സംഭവിച്ചേ? അയാൾ പറഞ്ഞു, നീ എന്നിൽ നിന്നൊരു സാധനം മോഷ്ടിച്ചിട്ടുണ്ട്, നീ അതെനിക്ക് തിരിച്ചു തരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. അസ്ലിൻ ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. എന്ത് സാധനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അയാൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഈ രൂപം കണ്ടില്ലേ, ഈ രൂപം അത് എൻ്റെതാണ്, അത് നീ എന്നിലേക്ക് എന്നെ തിരിച്ചു തരണം. അസ്ലിൻ തിരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോളൂ, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ പുറത്തിറക്കി തരൂ. റംബൂച്ച അവിടെ നിന്ന് പതിയെ അസ്ലിന് അടുത്തേക്ക് വന്നു. റംബൂച്ച തൻ്റെ കയ്യിലെ വടിയെടുത്തിട്ട് അസ്ലിന് നേരെ ചൂണ്ടി. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നതായിട്ട് അസ്ലിന് തോന്നി. പെട്ടെന്ന് തന്നെ അസ്ലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലോഡ്മാൻ അസ്ലിനോട് തന്നെ മനസ്സിൽ പറയുന്ന പോലെ തോന്നി, എന്നെ നീ അയാളുടെ കയ്യിലേക്ക് കൊടുക്കരുത്, അയാൾ ഈ ഒരു ലോകത്തെ തന്നെ അയാളുടെ നിയന്ത്രണത്തിലാക്കി കളയും. ഇങ്ങനെ മനസ്സിൽ പറയുന്നത് പോലെ അസ്ലിന് തോന്നി. അസ്ലിൻ പെട്ടെന്ന് തന്നെ പുറകോട്ട് മാറി. ഇത് കണ്ട റംബൂച്ചയ്ക്ക് കാര്യം മനസ്സിലായി. റംബൂച്ച ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയാം നീ എൻ്റെ ഒപ്പം വരില്ല, എനിക്കറിയാം ഇതെങ്ങനെ തിരിച്ചെടുക്കണമെന്ന്. റംബൂച്ച വീണ്ടും തൻ്റെ മന്ത്രങ്ങൾ ശക്തിയോടെ ചൊല്ലാൻ തുടങ്ങി. അസ്ലിൻ നോക്കിയപ്പോൾ അവിടെ ചുറ്റുമുണ്ടായിരുന്ന കാക്കക്കൂട്ടങ്ങൾക്കെല്ലാം എന്തോ ഒരു മാറ്റം സംഭവിക്കുന്ന പോലെ തോന്നി. ആ മാറ്റം അസ്ലിൻ്റെ ഉള്ളിലുള്ള ലോഡ്മാന് കാര്യം എന്താണെന്ന് മനസ്സിലായി. ലോഡ്മാൻ അസ്ലിനോട് പറഞ്ഞു, നീ നിന്റെ പവർ ഉപയോഗിക്കൂ. പക്ഷെ അസ്ലിന് ഇത് എന്താണ് പറയുന്നതെന്നോ ഒന്നും മനസ്സിലാവാതെ അസ്ലിനെ ലോഡ്മാൻ പതിയെ പുറകിലേക്ക് ശക്തിയോടെ വലിച്ചു കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന കാക്കകളെല്ലാം കൂടെ ഒരു ഡീമന്റെ രൂപത്തിലേക്ക് മാറി ഒരു കൂട്ടം ഡീമൻസ് ആയിട്ട് അസ്ലിന് നേരെ പാഞ്ഞു വന്നു. അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് റംബൂച്ച അവിടെ നിന്ന് മാഞ്ഞുപോയി. അസ്ലിന് നേരെ ആ ക്രോ ഡീമൺസ് എല്ലാം കൂടി പാഞ്ഞടുക്കുന്നുണ്ടായിരുന്നു. അസ്ലിന്റെ ഉള്ളിൽ നിന്ന് ലോഡ്മാൻ പറയുന്നുണ്ട്, നീ എന്റെ ശക്തി ഉപയോഗിക്കൂ. പക്ഷെ അസ്ലിൻ പേടിച്ച് വിറച്ച് അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിലൊരു ഡീമൻ പാഞ്ഞ് അസ്ലിന്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു സ്റ്റാർ ബ്ലേഡ് വന്ന് ആ ഒരു ക്രോ ഡീമന്റെ കഴുത്ത് അറുത്തങ്ങ് പോയി. അസ്ലിൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് അവളാണ്, ഇസ തൻ്റെ പവറുകൾ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അസ്ലിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നേ? കഴിഞ്ഞ ദിവസവും നീ ഇതുപോലെ നിന്റെ പവർ ഉപയോഗിച്ചിട്ടാണ് അവിടെ അന്ന് ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയത്. നിന്റെ പവർ ഉപയോഗിക്കൂ എന്ന് അസ്ലിൻ്റെ അടുത്ത് ഇസയും പറഞ്ഞു. അപ്പോഴാണ് അസ്ലിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിന് മുമ്പിൽ വെച്ചുണ്ടായ ആ പ്രശ്നങ്ങളും കൂടി അസ്ലിൻ്റെ ഓർമ്മകളിലേക്ക് വരുന്നത്. ക്രോ ഡീമൺസ് എല്ലാം കൂടി അസ്ലിനെയും ഇസയെയും ചുറ്റി വളഞ്ഞു. ഇസ മാക്സിമം തൻ്റെ പവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും
ഇസയ്ക്ക് ഒറ്റയ്ക്ക് ആ അത്രയും ഡീമൺസിനെ നേരിടാൻ പറ്റില്ല. അസ്ലിൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് തൻ്റെ ബ്ലാക്ക് ലോഡ്സ് പവർ, ഒരു കൂട്ടം കറുത്ത ശൽഭങ്ങൾ അസ്ലിനും ഇസയ്ക്കും ചുറ്റും വട്ടം വളഞ്ഞ് ഈ ക്രോ ഡീമൺസിനെ എല്ലാം കൂടി, അതിനൊപ്പം ഇസയുടെ സ്റ്റാർ ബ്ലേഡും കൂടി ആയപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ആ ഉണ്ടായിരുന്ന ക്രോ ഡീമൺസ് എല്ലാം ആ ഒരു ബ്ലാസ്റ്റിൽ കത്തി എരിഞ്ഞു തീർന്നു. കുറച്ചു നേരത്തെ സൈലൻസിന് ശേഷം ഇസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇത് നീ ഇതിനു മുമ്പ് ചെയ്തതാണല്ലോ, നിനക്കെന്താ പെട്ടെന്നൊരു മറവി? തമാശ രൂപേണ ഇസ അത് ചോദിച്ചു. അസ്ലിന് ഇപ്പോഴും പൂർണ്ണമായിട്ടും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊന്നും പിടികിട്ടിയിട്ടില്ല. അസ്ലിന്റെ ഉള്ളിൽ നിന്ന് ലോർഡ് മാൻ അസ്ലിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഇവരെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അസ്ലിന് പകുതി ആശ്വാസമായി. അസ്ലിൻ ഇസയോട് ചോദിച്ചു, അല്ല നീ ഇപ്പം എങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ കാര്യം അറിഞ്ഞൂടെ വന്നേ? ഇസ പറഞ്ഞു, കഴിഞ്ഞ ഹാലോവിൻ ദിവസം നീ അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കിന്ന് നിന്നെ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ അവർ രണ്ടും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ റംബൂച്ച നിപ്പുണ്ടായിരുന്നു. തൻ്റെ ഗ്രാമവും ജനങ്ങളും എല്ലാം നശിപ്പിച്ച് ബാറ്റനോറ എന്ന ഗ്രാമത്തിനെ പൂർണ്ണമായും കൈയടക്കിയ ഡ്രാഗോസ് ഐലൻഡിനെ പൂർണ്ണമായും നശിപ്പിച്ച് ആ ഒരു ഐലൻഡിനെ തനിക്ക് തൻ്റെ ബാറ്റനോറയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി റംബൂച്ച ക്രിയേറ്റ് ചെയ്തെടുത്ത തൻ്റെ ബാറ്റനോറ എന്ന ഗ്രാമത്തിൽ മരിച്ചുപോയ എല്ലാ സോൾസിനെയും മെയിൽ സോൾസിനെ മാത്രം ഉപയോഗിച്ച് റംബൂച്ച ക്രിയേറ്റ് ചെയ്തെടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ലോഡാണ് ബ്ലാക്ക് ലോഡ്സ്. ആ ഒരു ബ്ലാക്ക് ലോഡ്സിൻ്റെ ലോഡ് മാൻ പവറാണ് അസ്ലിൻ്റെ കയ്യിലുള്ളത്. എന്ത് വില കൊടുത്തും ആ ഒരു പവർ റംബൂച്ചയ്ക്ക് തിരിച്ച് തന്നിലേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ബ്ലാക്ക് ലോഡ്സ് പവർ ആദ്യം ആരാണോ ഉപയോഗിക്കുന്നത് അയാളായിരിക്കും ആ ഒരു ബ്ലാക്ക് ലോഡ്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ആ ഒരു ഫാദർ ഇപ്പോൾ അസ്ലിനാണ്. എളുപ്പത്തിലൊന്നും അസ്ലിൻ്റെ കയ്യിൽ നിന്ന് ലോഡ് മാൻ പവർ റംബൂച്ചയ്ക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. തൻ്റെ ബാറ്റനോറ എന്ന ഗ്രാമത്തിൽ നശിച്ചു പോയ എല്ലാ ആത്മാക്കളുടെയും മെയിൽ സോൾസിനെ മാത്രം എടുത്താണ് ബ്ലാക്ക് ലോഡ്സ് ക്രിയേറ്റ് ചെയ്തത്. ഇനി അവനെ എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബാറ്റനോറയിലെ എല്ലാ ഫീമെയിൽ സോൾസിനെയും കൂടി ചേർത്തൊരു ലോഡിനെ ക്രിയേറ്റ് ചെയ്യണം, വൈറ്റ് ലോഡ്സ്. റംബൂച്ച അനബെല്ല എന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയതും അവളിലേക്ക് തൻ്റെ ഈ ഒരു വൈറ്റ് ലോഡ്സ് എന്ന് പറയുന്ന ശക്തി കൊടുത്തതും ബ്ലാക്ക് ലോഡ്സിൻ്റെ അതേ പവറുള്ള ഒരേ ഒരാൾ വൈറ്റ് ലോഡ്സ് ആണ്. അസ്ലിന് എങ്ങനെയാണോ ബ്ലാക്ക് ലോഡ്സ് പവർ കിട്ടിയത്, അനബെല്ല എന്ന് പറയുന്ന ആ പെൺകുട്ടിക്കും റംബൂച്ച ആ ഒരു വൈറ്റ് ലോഡ്സിൻ്റെ പവർ കൊടുത്തു. റംബൂച്ച ഇനി ലോഡ് മാനെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് അനബെല്ലയിലൂടെ ദ ലോഡ് വുമൻ പവറാണ്. വൈറ്റ് ലോഡ്സ് കമ്മിങ്.